കോങ്കോയായിട്ടുള്ള മത്സരത്തിൽ ഇന്നലെ പോർച്ചുഗൽ സമനില വഴങ്ങി. എന്താണ് ശരിക്കും പോർച്ചുഗലിന് സംഭവിച്ചത്? ഈ ലോകകപ്പിലെ ഏറ്റവും ശക്തമായ ഏറ്റവും മികച്ച മധ്യനിരയുള്ള ഒരു ടീമാണ് പോർച്ചുഗൽ. ഞാൻ ജസ്റ്റ് ഈ പേരുകളൊന്ന് പറയാം, അപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ക്യാപ്റ്റൻ അവരെല്ലാമെല്ലാമായ ബ്രൂണോ ഫെർണാണ്ടസ്. പിന്നെ ആരൊക്കെയാണെന്ന് ഒന്നുകൂടി ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ക്ലിയർ ആയി മനസ്സിലാവും. ചാമ്പ്യൻസ് ലീഗ് വിജയിച്ച PSG മധ്യനിരയിലെ വിറ്റീന, ജാവോ നെവസ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഈ മൂന്ന് പേര്. പിന്നെ പ്രീമിയർ ലീഗിലെ 2ാം സ്ഥാനത്തെത്തിയ മാഞ്ചസ്റ്റർ സിറ്റിയുടെ പെപ്പിന്റെ വജ്രായുധം ബെർണാഡോ സിൽവ. ഇനി ഇതിലും കൂടുതൽ ഒരു മിഡ്ഫീൽഡ് എവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടാനാ? ഇത്ര ടോപ്പ് 4 എണ്ണയറ്റ യന്ത്രം പോലെ കളിക്കുന്ന 4 പ്ലേയേഴ്സിനെയാണ്. ഫ്രീ ഫ്ലോ ഫുട്ബോൾ അങ്ങനെ കളിക്കുന്ന ഒരു പ്ലേയേഴ്സാണ്. പ്ലാൻ മേക്കിങ്ങും എല്ലാം സ്കില്ലുള്ള ആൾക്കാർ. ഇതുപോലത്തെ ഒരു 4 പ്ലേയേഴ്സ് ഉണ്ടായിട്ട് ഇന്നലെ കളിച്ച കളി കണ്ടിട്ട് കോച്ചിനെ എനിക്ക് കുറ്റം പറയാൻ പറ്റുള്ളൂ. കാരണം അത്ര മോശം കളിയാണ് ഇന്നലെ ശരിക്കും കോങ്കോക്കെതിരെ കളിച്ച്. മിഡില് സെക്കൻഡ് ബോൾ പോലും വിൻ ചെയ്യാൻ പോർച്ചുഗലിന് സാധിച്ചിരുന്നില്ല എന്ന് പറയുമ്പോൾ ആലോചിച്ചാൽ മതി. പോർച്ചുഗലിന് ഇത്ര അധികം വലിയൊരു മിഡ്ഫീൽഡ് ഉണ്ടായിട്ട് എന്താണ് ഗുണം ചെയ്തത്? ഇനിയിപ്പോ അടുത്തൊരു ഏരിയ പറയും, സ്ട്രൈക്കിംഗ് ഏരിയ എടുക്ക്. റൊണാൾഡോ ഏറ്റവും ബെസ്റ്റ് ഫിനിഷർ അവരുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്. താരം ഈ അടുത്ത് ഇത്തിരി ഫോം അല്ല എന്നുള്ളത് ഓക്കെ, പക്ഷെ എന്നാലും എക്സ്പീരിയൻസ് കൊണ്ടും ഏറ്റവും നല്ലൊരു പ്ലെയർ തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. പിന്നെ റാഫേലിയോ, ജാവോ ഫിലിക്സിന് ഇന്നലെ ഇറക്കിയതേ കണ്ടില്ല, അതുകൊണ്ട് ചോദിക്കാണ്. ജാവോ ഫിലിക്സ് എന്താ പറയാ, ഇത്രയൊക്കെ ആൾക്കാർ. ഇനി നെറ്റോ, പുതിയൊരു താരം കൂടി ഉണ്ട്, നെറ്റോ. ആരും മോശമല്ല, ആരാ അവരേലും മോശമല്ല. ഇത്ര അധികം കളിക്കാരുണ്ടായിട്ട് എന്താണ് പോർച്ചുഗലിന് സംഭവിച്ചത്? ഇവരൊക്കെ റേറ്റിംഗ് ഞാനിപ്പോ ഒന്നും പറയാത്ത, ഇന്നലെ കളിച്ചതിന്റെ റേറ്റിംഗ്. ഇപ്പൊ ബ്രൂണോ ഫെർണാണ്ടസ് 6.3 10 റേറ്റിംഗ് ആകെ താരത്തിനുള്ളത്. നെറ്റോയ്ക്ക് 5.7. ബെർണാഡോ സിൽവയുടെ റേറ്റിംഗ് 5.2. യെല്ലോ കാർഡ് മേടിച്ചു താരം. ജാവോ നെവസ് ആണ് ഗോൾ അടിച്ചത്, അതുകൊണ്ട് അദ്ദേഹത്തിന്റെ റേറ്റിംഗ് 7. ആ ഒരു ഗോള് മാത്രമുള്ളൂ, ബാക്കി എല്ലാ സമയം മോശം കളിയായിരുന്നു, ഉള്ള കാര്യം പറയണല്ലോ. വിറ്റീന PSG വലിയ താര, പക്ഷെ പോർച്ചുഗലിൽ വന്നപ്പോൾ ഇന്നലത്തെ റേറ്റിംഗ് 5.6. ഇനി ക്രിസ്ത്യാനോ റൊണാൾഡോ റേറ്റിംഗ് എത്ര? ഫോർവേഡ് ഏക സ്ട്രൈക്കറാണ് അവര്, 5.6. 2 സുവർണ അവസരങ്ങൾ റൊണാൾഡോ മിസ്സാക്കി. ഒരവസരം റൊണാൾഡോ ഒന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസ് തൊട്ട് പിന്നിലുണ്ടായിരുന്നു. കിഡിലെ ഫിനിഷും കിഡിലെ ഗോളും നമുക്ക് കാണായിരുന്നു, പോർച്ചുഗലിന്റെ വിജയം കാണായിരുന്നു. പക്ഷെ അത് നമുക്ക് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അത് ആ സമയത്ത് സ്ട്രൈക്കർ ചെയ്യേണ്ടത് റൊണാൾഡോ ചെയ്തിട്ടുള്ളൂ, പുറത്തേക്ക് അടിച്ചു പോയി. അത് റൊണാൾഡോ നമുക്ക് മാത്രം കുറ്റം പറയാൻ പറ്റും. ടീം എന്ന നിലയിൽ പോർച്ചുഗൽ ഇന്നലെ വൻ തോൽവിയായിരുന്നു, അത് സമ്മതിച്ചേ പറ്റൂ. ഇനി അവരെ സെന്റർ ബാക്കായി കളിച്ച അറൗജോ 6.1 ഉള്ളൂ അദ്ദേഹത്തിന്റെ റേറ്റിംഗ്. പിന്നെ വെയ്ഗ 5.8, ഭയങ്കര കുറവാണ്, സെന്റർ ബാക്ക് ആട്ടോ. ന്യൂനോ മെൻഡസ് PSG അടുത്ത വിങ്ങർ, ലെഫ്റ്റ് വിങ്ങിൽ കൂടെ കുതിച്ച് കയറുന്നതാണ്. അദ്ദേഹം ഇന്നലെ എന്ത് മോശം പ്രകടനമാണ് ശരിക്കും കളിച്ചത്. റേറ്റിംഗ് ഇതേ കണ്ടോ, 5.4. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അദ്ദേഹം റേറ്റിംഗ്. ഇനി ജാവോ കാൻസലോ, മുൻ മാഞ്ചസ്റ്റർ സിറ്റി ഒക്കെ താരാണ്, പക്ഷെ ഇപ്പൊ മോശം. അലിഹിലാലിലൊക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ മോശം ഫോമാണ് ഇന്നലെ കളിച്ചത്. വെറും 6 റേറ്റിംഗ്. ഇനി ഗോളി ഡിയാഗോ കോസ്റ്റയുടെ റേറ്റിംഗും അതിലും പരിതാപകരാണ്, 4.7. ഇതൊക്കെയാണ് ഇന്നലത്തെ കളിയിൽ പോർച്ചുഗലിനെ സംഭവിച്ചത്. എന്നാൽ കോങ്കോരെ മിഡ്ഫീൽഡ് മുത്തുസ്വാമി, നമ്മുടെ ഇന്ത്യൻ വംശജനെ അഭിമാനിക്കുക, അദ്ദേഹം വരെ സൂപ്പറായി കളിച്ചു എന്ന് പറയാം. അദ്ദേഹമാണ് കളി മൊത്തം അവരെ നിയന്ത്രിച്ചത്. പിന്നെ വിസ, ന്യൂകാസിൽ താരം, അദ്ദേഹത്തിന്റെ ഹെഡർ ഗോളിലാണ് സമനില പിടിക്കുന്നത് കോങ്കോ. സൂപ്പർ പ്ലെയർ ആയിട്ട് എനിക്ക് സ്ട്രൈക്കിൽ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ആ മെന്റാലിറ്റി. ഇനി അവരെ ഡിഫൻസ് എടുത്തോ, ഡിഫൻസിലെ എല്ലാവരും, ബിസാക്കാരൊക്കെ റേറ്റിംഗ് ഹൈ ആണ്. പിന്നെ ബിസാക്ക് അത്ര നന്നായി റൈറ്റ് ബാക്ക് ഇന്നലെ ഡീൽ ചെയ്തിട്ടുണ്ട്. ശരി, പോർച്ചുഗലുകാരെ ശരിക്കും വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. ഒരാളെ ഒരു വിങ്ങി കൂടെ കയറ്റാൻ വാൻബിസാക സമ്മതിച്ചിട്ടില്ല. അപ്പുറത്തെ വിങ്ങിലും മോശമല്ല, അപ്പുറത്തെ വിങ്ങിലും അവരെ പ്ലെയർ നന്നായി കളിച്ചിട്ടുണ്ട്. മസ്വാക്കു അദ്ദേഹത്തിന്റെ പേരാണ്, ലെഫ്റ്റ് ബാക്കായി കളിച്ച താരത്തിന്റെ പേരാണ് മസ്വാക്കു. അദ്ദേഹം നന്നായി കളിച്ചിട്ടുണ്ട്. നമ്മൾ പറയുമ്പോൾ പറയണല്ലോ, അവരെന്താ പറയാ, അവരാണ് ശരിക്കും ഇന്നലെ എണ്ണയിട്ട് യന്ത്രം പോലെ കളിച്ചത്, പോർച്ചുഗലല്ല കളിച്ചത്. ഇത് കാണുമ്പോൾ ശരിക്ക് വിഷമം തോന്നണം. പോർച്ചുഗൽ കോച്ചിനാണ് എനിക്ക് പ്രോബ്ലം തോന്നണം. ആളുടെ സ്റ്റൈല്, ബെൽജിയത്തിലെ ആള് ഇതേ സ്റ്റൈലാണ് കളിച്ചിരുന്നത്. ബെൽജിയം അധികം ഗോളൊന്നും അടിക്കില്ല, കുറെ പാസ് ചെയ്ത് കളിക്കുക. സ്പെയിനിനേക്കാൾ കൂടുതൽ പാസ് ഇന്നലെ പോർച്ചുഗൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്താ കാര്യം, ഫുട്ബോൾ ഈസ് ദ ഗെയിം ഓഫ് ഗോൾസ്. ഗോൾ ഇല്ലെങ്കിൽ ഫുട്ബോൾ ഇല്ല. എന്നാ പിന്നെ വഴങ്ങരുത്. ഒരു ഗോളൊക്കെ അടിക്കുള്ളൂന്നുണ്ടെങ്കിൽ ഒറ്റ ഗോൾ വഴങ്ങാം, അത് ക്ലീൻ ഷീറ്റ് മേടിക്കാനുള്ള ധൈര്യം ഉണ്ടാവും. ഇത് അതും ഇല്ല, ഗോൾ വഴങ്ങും ചെയ്യണം, വന്നിട്ട് തിരിച്ചടിക്കാത്ത സ്റ്റൈലില് പൊസഷൻ വെച്ച് കളിച്ചിട്ട് എന്താണ് യൂസ്? ഇത് തന്നെയാണ് സ്പെയിനിൽ സംഭവിക്കുന്നത്. കോച്ചുമാര് ഇത്ര നല്ല പ്ലേയേഴ്സിനെ കിട്ടിയിട്ട് വേണ്ട വിധത്തിൽ യൂസ് ചെയ്യാത്തതിന്റെ കാര്യങ്ങളാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. എനിവേ, ഭയങ്കര വിഷമകരമായ കാര്യമാണ്. ഇത് 1ാം മത്സരം മാത്രമാണ് കഴിഞ്ഞേക്കണത്. ഇനി വരാൻ പോണ മത്സരങ്ങൾ കടുപ്പമേറിയതാണ് പോർച്ചുഗലിന്. കൊളംബിയയ്ക്കുള്ള ഗ്രൂപ്പിലാണ് പോർച്ചുഗൽ പെട്ടുകിടക്കുന്നത്. അതുകൊണ്ട് പോർച്ചുഗലിന് ഒട്ടും എളുപ്പമല്ല കയറി പോവാൻ ഈ ഗ്രൂപ്പിൽ നിന്ന്. കാര്യം 3ാം സ്ഥാനക്കാരൊക്കെ വരെ കയറാമെന്നുണ്ടെങ്കിലും അത് നോക്കി കയറേണ്ട ഒരു അവസ്ഥ, ഗതികേട് ഇത്ര വലിയൊരു ടീമിന് വരെ എഴുതുന്ന എനിക്ക് പറയാനുള്ളൂ. എന്തായാലും
എല്ലാ പ്ലേയേഴ്സ് അടുത്ത കളിയിൽ ഫോം ഔട്ട് ചെയ്യുന്നത് നമുക്ക് ആശംസിക്കാം. ഇന്നലത്തെ ഇവരെ കളി കണ്ടിട്ട് ഒരു പൊസഷൻ ഗെയിം, വെറും പാസിംഗ് മാത്രമേ ഉള്ളൂ. അറ്റാക്കിങ് തേടിക്ക് എതിർ ടീമിന്റെ ഓപ്പോസിറ്റ് ബോക്സിൽ എത്തുമ്പോൾ മുട്ടിടിക്കുന്ന ടീമിനാണ് പോർച്ചുഗലിനെ ഇന്നലെ കണ്ടത്. ഫിനിഷിംഗ് പോയിട്ട് വിങ് പോലും യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. ആ ഒരു ഗതികേടിലാണ് ഇന്നലെ പോർച്ചുഗൽ കളിച്ചത്. വിഷമം കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയുന്നത്. സാധാരണ ഇങ്ങനെ പോർച്ചുഗലിന്റെ കളി നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പക്ഷെ നമുക്ക് ഇന്നലെ പരിതാപകരമായ ഒരു കളിയാണ് ഇന്നലെ പോർച്ചുഗൽ കളിച്ചത്. സോ പോർച്ചുഗൽ തിരിച്ചു വരുമെന്ന് നമുക്ക് വിശ്വസിക്കാം.